ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏക് തിൻക എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏണ്ടുക്കോ യഹ ബേചാരി ക്യോ കഹാ ഗയാ ഹെ? അഹങ്കാരത്തെ എന്തുകൊണ്ടാണിവിടെ പാവം എന്ന് പറയുന്നത്? ഉത്തരം, ഏണ്ട് തോ അപ്പനേക്കോ ശക്തിശാലി ഔർ അപരാജയ സമझते थे. അഹങ്കാരം സ്വയം ശക്തിശാലിയാണെന്നും തോൽക്കില്ലാത്തതാണെന്നും കരുതുന്നുണ്ട്. പർ ഏക് ചോട്ടേ സെ തിൻകെ സെ ഉസേ ഹാർ മാനന പട. പക്ഷേ ഒരു ചെറിയ പുൽക്കൊടി കാരണം അഹങ്കാരത്തിന് തോൽക്കേണ്ടതായി വരുന്നു. ഇസ് കാരൺ ഉസേ ബേചാരി കഹാ ഗയ. അതുകൊണ്ടാണ് അതിനെ പാവമെന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏക് തിൻക ഹെ ബഹുത് തേരെ ലിയെ യഹാം തിൻക ക്യാ ക്യാ ഹോ സക്തേ ഹൈ? ഒരു പുൽക്കൊടി തന്നെ നിനക്ക് ധാരാളം. ഇവിടെ തിൻക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയൊക്കെ ആകാം. തിൻക ജീവൻ കി വിഷമതായും ഹോ സക്താ ഹെ. തിൻക ജീവിതത്തിൻ്റെ വിഷമതകൾ, സങ്കടങ്ങളാകാം. ആനന്ദമേ ബാധ ബനനെ വാല ഹോ സക്താ ഹെ. സന്തോഷത്തിൽ തടസ്സമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യമാകാം. അപരാധിയോങ്കോ അപരാധ കർണേ സെ രോക്കനെ വാല ബി ഹോ സക്താ ഹെ. കുറ്റവാളികളെ കുറ്റകൃത്യത്തിൽ നിന്ന് തടയുന്നതും ആവാം. ഇനി ഇതിൻ്റെ ഗതിവിധിയാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തേത്, നമൂനയ്ക്ക് അനുസാർ കവിതാക്കി പങ്ക്തിയോ ബദൽ കർ ലിഖേ. തന്നിരിക്കുന്ന രീതിയിൽ വരികൾ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഉദാഹരണം, ഏക് തിൻക ആങ്ക് മേ മേരി പട. ഒരു പുൽക്കൊടി കണ്ണിൽ വീണു എന്നാണ്. അതെങ്ങനെ എഴുതാം? മേരി ആങ്ക് മേ ഏക് തിൻക പട. ബാക്കിയുള്ളത് നോക്കുക. മൂണ്ട് ദേനെ ലോഗ് കപ്പടേക്ക് ലഗെ. ലോഗ് കപ്പടേക്ക് മൂണ്ട് ദേനെ ലഗെ. ഏണ്ടത്താ തൂ കിസ്ലിയെ ഇത്തനാ രഹ. തൂ കിസ്ലിയെ ഇത്തനാ ഏണ്ടത്താ രഹ. ഏക് തിൻക ഹെ ബഹുത്ത് തേരെ ലിയെ. ഏക് തിൻക തേരെ ലിയെ ബഹുത്ത് ഹെ. അടുത്തത്, ആശയ സംജെ സഹി വാക്യ ബനായെ. തന്നിരിക്കുന്ന ആശയം മനസ്സിലാക്കി ശരിയായ വാക്യം ഉണ്ടാക്കാനാണ് ആൻസർ നോക്കാം. ഘമണ്ഡി മുണ്ടേർ പർ ഘടാത്ത. ഘമണ്ഡി അഹങ്കാരി മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്നു. തിൻക ദൂരസെ ആക്കർ ആങ്കമേ പട്കയ. പുൽക്കൊടി ദൂരെ നിന്ന് വന്ന് കണ്ണിൽ വീണു. ഏണ്ട് ചുപ്കേസെ ഭാഗൈ. അഹങ്കാരം മിണ്ടാതെ ഓടിപ്പോയി. ആങ്ക് ലാൽ ഹോക്കർ ദുഃഖിനെ ലഗി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, കവിതാക്ക് വിശ്ലേഷണാത്മക ടിപ്പണിയിലേക്ക്. കവിതയെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനാണ്. ആസ്വാദന ടിപ്പണിയായി ചോദിച്ചാലും കവിതയുടെ ആശയം ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. നോക്കാം. ഏക് തിൻക ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദ് കി കവിത ഹെ. ഏക് തിൻക അയോധ്യ സിംഗ് ഉപാധ്യായ് എഴുതിയ കവിതയാണ്. ഇസ് കവിതാക്ക് ദ്വാര കവി ഘമണ്ഡ് ന കർണേ കാ സന്ദേശ് ദേത്തെ ഹൈ. ഈ കവിതയിലൂടെ അഹങ്കരിക്കരുത് എന്ന സന്ദേശമാണ് കവി തരുന്നത്. കവി ഛത്ത് കി മുണ്ടേർ പർ ഘടാത്ത. കവി വീടിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്നു, മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്നു. തബി ഏക് തിൻക ഹവാസെ ഉഡ്താ ഹുവ ഉൻകി ആങ്ക് മേ ആപ്പട. അപ്പോൾ കവിയുടെ കണ്ണിലേക്ക് കാറ്റത്ത് പറന്നു വന്ന് ഒരു പുൽക്കൊടി വീണു. പുല്ലിൻ്റെ ഒരു ചെറിയ കഷ്ണം വീണു. വി ബഹുത്ത് പരേഷാൻ ഹോ ഗയി. കവിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ആങ്ക് ലാൽ ഹോ ഗയി ഔർ ദുഃഖിനെ ലഗി. കണ്ണ് ചുമന്ന് വേദനിക്കാൻ തുടങ്ങി. ലോഗ് കപ്പടേക്ക് മൂണ്ട് ബനാക്കർ ആങ്ക് സെ തിൻക നികാൽനേക്ക് കോശിഷ് കർണേ ലഗെ. ജനങ്ങൾ തുണിയുടെ ഒരു കഷ്ണം കൊണ്ടുവന്ന്, ഒരു വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണം കൊണ്ടുവന്ന് കണ്ണിലെ പൊടിയെടുക്കാൻ ശ്രമിച്ചു. ഇസി ബീച്ച് ബേച്ചാരി ഏണ്ട് ദബേ പാവ് കഹീം ഭാഗ് ഗയി. ഈ സമയത്ത് അഹങ്കാരം എങ്ങോ പോയി മറഞ്ഞു. തിൻക ആങ്ക് സെ നികൽ ഗയ. ആ പുൽക്കൊടി കണ്ണിൽ നിന്ന് പുറത്തുപോയി. കവി കെ ഹി വിവേകനെ കവി ക ഉപഹാസ് കിയ ഔർ കഹ. കവിയുടെ വിവേകം കവിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. തോ ഇത്തന ഘമണ്ഡ് ക്യോം കർത്താ ഹെ. നീ എന്തിനാണ് ഇത്ര അഹങ്കരിച്ചത്? ഏക് ചോട്ടേ സെ മാമൂലി തിൻകേനെ ഉസേ ബഗാദിയ. ഒരു ചെറിയ പുൽക്കൊടി അതിനെ ഓടിച്ചില്ലേ? നിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കിയില്ലേ? യഹ് ഏക് സരൽ ഔർ സുന്ദർ കവിത ഹെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് തരണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.